ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെയിൻബോ ക്രീപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ മുട്ടയാണ്, അതായത് നാടൻ കോഴി മുട്ടയാണ് കേട്ടോ. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ലാർജ് സൈസ് മുട്ടയാണ് ഉപയോഗിക്കുന്നവർക്ക് ഒരു 4 എണ്ണമൊക്കെ മതിയാകും. ഇപ്പോൾ ഞാനിവിടെ പറയുന്ന അളവിനായിട്ട്. അപ്പോൾ ഞാൻ ഈ 6 മുട്ടയും പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ നമ്മളത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ സാധാ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് നമ്മളൊരു അരമൂടി വനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇല്ല, അരയിലും കുറച്ച് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്ലാസ് കണ്ടില്ലേ, ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒരു അര ഗ്ലാസ് പൊടിക്കാത്ത പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഈ മൈദപ്പൊടി ഒരു 3 പ്രാവശ്യം തരിച്ചെടുത്തതാണ്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരുപാട് ഒന്നിച്ച് 3 ഗ്ലാസും ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഗ്ലാസ് മൈദപ്പൊടിയും ഞാനിതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആയല്ലോ. ഇനി ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പാലിൽ നിന്ന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പാല് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലായിരുന്നു, അത് കാരണം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത പാലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊന്ന് നോക്കണം, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ഫുൾ പാലും ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് പാല് മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ബാറ്റർ. ഈ ഒരു അളവിലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്യാണ്. ആ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ അല്ലാത്ത സ്മെല്ലില്ലാത്ത എല്ലാ ഓയിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് റെയിൻബോ ക്രീപ്പ് കേക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, എത്ര കളർ നമ്മുടെ കയ്യിലുണ്ടോ അത്രയും കളറിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 4 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 4 ബൗളിലേക്ക് ഒരേ അളവിൽ ഈ മിക്സിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 4 സൈസ് കളർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 4 കളറിൽ നിന്നും ഇതിലേക്ക് ഒരു ലേശം ഒരു 3-4 തുള്ളിയൊക്കെ ഉറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുന്ന കാര്യം കേട്ടോ. മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈ പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ പാൻ ആദ്യമായിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുക. നല്ലോണം ചൂടാക്കിയിട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ച് കൊടുക്കുക. വട്ടം ചുറ്റിക്കേണ്ട ആവശ്യമില്ല, നടുവിലേക്കൊന്ന് ശക്തിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ശക്തി കൊണ്ട് തന്നെ അതൊന്ന് വട്ടത്തിലായി വരും. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കുക. തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല, തീ കുറച്ച് വെക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെന്ത ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മറുപുറവും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിം അല്ലാതെ ഹൈ സ്പീഡിലാക്കി വെച്ചാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കളറിൽ നിന്നും ഒരു 3 ദോശ അല്ലെങ്കിൽ 3 കേക്ക് ചുട്ടെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിനധികം എഡ്ജൊന്നും പോരാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കറക്റ്റ് പാകത്തിനായിരുന്നു ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ബാറ്ററി. പിന്നെ നമുക്ക് അത് വട്ടത്തിൽ കിട്ടിയത് കാരണം അധികം ഒന്നും കട്ട് ചെയ്തെടുക്കാനില്ല. നമ്മൾ ശ്രദ്ധിച്ചൊഴിച്ചാൽ ഇതേപോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ട് ചെയ്തിട്ട് കളയാണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഞാൻ ഇന്നലെ, അതായത് തലേ ദിവസം തന്നെ ബീറ്റ് ചെയ്തിട്ട് ഒരു കവറിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചായിരുന്നു. രാവിലെ സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആകെ ഒരു ഹറിബറിയാണ്. കാരണം മക്കളൊക്കെ വന്നിട്ട് അവിടെ തോണ്ടി ഇവിടെ തോണ്ടിയൊക്കെ പ്രശ്നമാക്കുന്നു എഴുതിയിട്ട് വേഗം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് എയർ ടൈറ്റ് ആക്കി വെക്കണം. അതിലേക്ക് എയറൊന്നും കടക്കാത്ത രീതിക്ക് ടോപ്പിട്ടിട്ട് കവറിട്ട് അടയ്ക്കുകയോ ടോപ്പിട്ട് അടയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ സമയം കുറച്ച് ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡെക്കറേഷൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കേക്കൊന്ന് നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് ആദ്യം നമ്മളൊരു ലേശം വിപ്പിംഗ് ക്രീം അവിടെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആദ്യത്തെ ലെയർ യെല്ലോ കളറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ലെയറും യെല്ലോ, റെഡ്, പിസ്ത, ഓറഞ്ച്, ഇത് ഈ 4 കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ 4 കളറും ഒന്നിനും പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് എല്ലാ കേക്കും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് അത്യാവശ്യം വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഒന്ന് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ട് വിപ്പിംഗ് ക്രീമിൽ ഒരു ലേശം റോസ് കളർ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് ചെറിയ നോസിലെടുത്തിട്ട് ചെറിയ ഓരോ ഫ്ലവർ ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് പേഴ്സ്, ബ്ലൂ കളറ് പേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ, അതായത് ഈ വൈറ്റ് പോർഷൻ വരുന്നിടത്ത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ അലങ്കാര പണികളൊക്കെ ഇത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതൊന്ന് മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും അധികമായിട്ട് ക്രീം പുരട്ടിയില്ല. അതിങ്ങനെ പുറത്തേക്ക് ആ ഓരോ കളറും ഓരോ ലെയറായിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ സൈഡ് വശങ്ങളൊന്നും അത്രക്ക് ഫില്ല് ചെയ്യാണ്ടിരുന്നത്, വിപ്പിംഗ് ക്രീം കൊണ്ട് ഫില്ല് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓവനോ അല്ലെങ്കിൽ പ്രീ ഹീറ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ദോശയൊക്കെ ചുടുന്ന ദോശ പാനിൽ തന്നെ നമുക്കിതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന് അത്രയ്ക്ക് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പഞ്ചസാരയും മുട്ടയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ, സൺഫ്ലവർ ഓയിലും മൈദയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.